എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കുറച്ച് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം എന്നോടെന്തിന് പിണക്കം എന്നുള്ള ഗാനം കളിയാട്ടം എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായൊരു ഗാനമാണ്. ഈ ഗാനത്തിന് ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പല്ലവി നമ്മളൊന്ന് വായിക്കുകയാണ്. അപ്പോൾ ഇതിലെ രാഗം ബേസിക്കലി നമുക്ക് ഷഹന എന്ന രാഗം, ഷഹാൻ എന്ന രാഗമായിട്ട് നമുക്ക് പറയാം. അത് ഒരു കരുണരസം വരുന്നൊരു രാഗമാണ്. ആ രാഗത്തിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് പിന്നീട് ചെയ്യാം ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ രാഗത്തിലാണ് ഈ ഒരു മനോഹരമായ ഗാനം. ഒരു പരിഭവത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് അവിടെ ആ ഗാനത്തിലൂടെ, ആ രാഗത്തിൽ തന്നെ പരിഭവമാണുള്ളത്. അപ്പോൾ ഒരു കരുണയുടെ ഒരു രസമാണ് ആ രാഗത്തിൽ പൊതുവെ ധ്വനിക്കുന്നത്. അതിനെ ഇവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാട്ടിൽ. അപ്പോൾ ആ പാട്ടിൽ വരുന്ന രാഗം ഞാൻ പറഞ്ഞ പോലെ ഷഹാന രാഗം. ആ രാഗത്തിൻ്റെ ആരോഹണം ഇങ്ങനെയാണ്. സരി ഗമ പ മദനി സാ സാനി സദ നിര പ മഗ മരി ഗരി സ ഗമരി ഗരി സ. എന്നോടെന്തിനീ പിണക്കം രേ ഗമപ രേ ഗമപ പദ പദ മമ രേ മരി വരുമ്പോ മരി രേ 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 ഗമരി സഗരി എന്ന് പറയുമ്പോ റീൽ നിന്ന് സായിലേക്ക് ഒരു ഗ്ലൈഡ്. സഗരി നീദസ നീദസ നീ കൈശിക നിഷാദം ചതുശ്രു ദൈവതം കൂടിയ ധായും കുറഞ്ഞ നീയും. രീ എന്ന് പറയുന്നത് കൂടിയ രീയാണ്. ചതുശ്രു ഉത്സവം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം അതാണ് വരുന്നത്. രേ ഗമ പദ മമ രേ 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 ഗമ രേ സഗരി സ റിസ റിസ ഇവിടുത്തെ ഗ്ലൈഡ് സഗരി നീനിദസ. അടുത്ത ലൈൻ. ഒരുപാടു നാളായി കാത്തിരുന്നു. സെയിം തന്നെ, സെയിം ട്യൂൺ തന്നെ. രേ 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 ഗാം രേ 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 ഗരി. അവിടെ മാത്രം ഡിഫറൻസ് ഉണ്ട്. സാനിത ഗാഡ് അവരുടെ ചെറുതായിട്ടൊന്ന് അടിച്ചു വായിക്കണം. വന്നില്ല കംപ്ലീറ്റ് രാഗത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗമകത്തിലാണ് ആ പാട്ട് പോകുന്നത്. ലൈറ്റ് ടച്ചസ് അല്ല, മൊത്തം ക്ലാസിക്കൽ രാഗത്തിന്റെ ടച്ചസ് ആണ് കൂടെ. നീ രേ ദ നീ എന്ന് പറയുന്നത് സദ എന്ന് വായിച്ചാൽ നീയാവും. നീ രേ സ സദ രേ സ. ധനി മമ ദബദ
ദബദ മമ ദബദ പമ ദസ്നിദ ദസ്നിദ ദരി സ സ സ ചന്ദനത്തെന്നലും ദബദ പമ ദനിദ ദരി സ സ സ എന്റെ കരളിന്റെ സാസദരി സദ ദനിദ പപ ദനിദ പപ ദദ സനിദ പ രിഗമ പമരേ സാസദരി സദനിദ പപ സദനിദ പ രിഗമദ പഗ രിഗമദ മരി. ഇപ്പൊ ഒന്നുകൂടെ ആദ്യമായിട്ട് വായിക്കാം. രിഗമ പ പദ മരി രി 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 ഗരി ഗരി നിദ സ രിഗമ പ പദ മരി രി 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 ഗരി സ നിദ സ രി സ ദബദ പമ ദനിദ ദരി സ സ സ സാ സ ദരി സ ദരി ദ പ രിഗമ മരി. ഇത്രയും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ എല്ലാവർക്കും അത് വായിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. കുറച്ച് ആ രാഗത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈ പാട്ട് വായിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. നമുക്ക് ഒരു സ്വരത്തിലൂടെ മാത്രം ഈ പാട്ട് വായിക്കാൻ പറ്റില്ല. ആ ഷഹാൻ എന്ന രാഗത്തിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ വായിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും വർണ്ണത്തിലൂടെ കടന്നു പോയാൽ ഇതിലൊരു വളരെ പ്രസിദ്ധമായ വർണ്ണമുണ്ട്. കരുണ്യോ ഈ വർണ്ണത്തിന്റെ ആ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി വായിക്കാൻ നമ്മൾ ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള ഏത് പാട്ടുകളും ആ രാഗത്തിലുള്ള ഏത് പാട്ടുകളും വായിക്കാൻ സാധിക്കും. അപ്പോൾ വർണ്ണങ്ങൾ പഠിക്കുന്നത് എല്ലാ രീതിയിലും നമ്മുടെ കീർത്തനങ്ങൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ പാട്ടുകൾ വായിക്കുമ്പോഴെല്ലാം അതിൻ്റെ ആ ഒരു പ്രത്യേകമായ ആ ഒരു എഫക്റ്റ് നമ്മുടെ പ്ലേയിങ്ങിൽ നന്നായി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് നല്ല പാട്ടുകൾ വായിക്കാനായിട്ട് കൃത്യതയോടുകൂടി വായിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം. അപ്പോൾ എല്ലാവരും വർണ്ണം മുഖ്യമായും പഠിച്ചിരിക്കണം. കഴിയാവുന്നത് മാക്സിമം വർണ്ണങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എത്രത്തോളം രാഗങ്ങളിൽ ഓരോ രാഗത്തിൻ്റെയും കംപ്ലീറ്റ് ഛായ ആ വർണ്ണത്തിൻ്റെ അതിൻ്റെ എസൻസ് ആ ഒരു വർണ്ണങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും വർണ്ണം പഠിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അപ്പോൾ വർണ്ണത്തിൻ്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ അധികം താമസിക്കാതെ തന്നെ തുടങ്ങാൻ ശ്രമിക്കുന്നതാണ്.
അപ്പോൾ അതിൽ ഷഹാന വർണ്ണം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു വർണ്ണമാണ് അത്. നമുക്ക് പിന്നീട് ഒരിക്കൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിയാവുന്ന പോലെ ഈ പാട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ആ ഒരു ഓഡിയൻസിൻ്റെ അഭിപ്രായ പ്രകാരം ഇട്ട പാട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക.